മനുഷ്യൻ സുഖം തേടി തേടി തേടിപ്പോയി. ഇനി ഞാൻ തിരിച്ചറിയാൻ കഴിയില്ല. ഇനി പ്രപഞ്ചത്തിൻ്റെ ഹഖീഖത്ത് തേടിപ്പോവുകയാണ് ആരിഫ്. അപ്പോൾ ഓരോ സമയത്ത് ഒരു മൊബൈലിൽ രണ്ട് മൊബൈൽ, ഒരു മൊബൈലിൻ്റെ സുഖത്തിന് പുറമെ വേറൊരു മൊബൈലിൻ്റെ സുഖം, രണ്ടിൽ ഇൻ്റർനെറ്റ്, വാട്സപ്പ്, ഇതൊക്കെ സുഖത്തിൻ്റെ മേലെ സുഖവും ലാഭവും ഈ മനുഷ്യൻ, ഈ ഗുണഭോക്താവ് മനുഷ്യൻ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഇനി അയാൾക്കത് ഒഴിവാക്കി പോരാൻ കഴിയില്ല. അതിൻ്റെ മുന്നേ പോകും. ആരിഫ് തേടുന്നത് ജഡത്തിൻ്റെ സുഖത്തെയല്ല, ആത്മാവിൻ്റെ സുഖത്തെയാണ്. ആത്മാവിൻ്റെ സുഖമാകട്ടെ ഹഖീഖത്തുൽ മുഹമ്മദിയയുമായി മുഅല്ലഖത്താണ്. ഹഖീഖത്തുൽ മുഹമ്മദിയത്തിൽ കെട്ടിയിട്ടതാണ് ആത്മാവിൻ്റെ സുഖം. അതൊരു കാഫറിന് തിരിച്ചറിയാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാഫറിൻ്റെ അവിടെ ചീപ്പിട്ട് അടച്ച് പൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ സുഖം അവന് കിട്ടൂല. ആർക്ക്? കാഫറിന് കിട്ടൂല. സത്യനിഷേധി എന്നാണ് ഞാൻ ഈ പറയുന്ന കാഫർ എന്ന വാക്കിൻ്റെ അർത്ഥം. അമുസ്ലിം എന്ന അർത്ഥത്തിലല്ല ഞാൻ കാഫർ എന്ന് പറഞ്ഞത്. സത്യനിഷേധി ഒരു കാലത്ത് കിട്ടൂല. ഇനി അവൻ അവിടുന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പൊളിഞ്ഞങ്ങോട്ട് ചാടണം. അവൻ ജഡിലമായ ജഡത്തിൻ്റെ സുഖത്തിൻ്റെ മേലെ കയറി പോയിട്ട് ഇനി മൂന്നായം പൊളിഞ്ഞിട്ട് താഴത്തേക്ക് വീഴണം. അപ്പോഴാണ് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ കാഫിർ. ഇതന്നെയാണ് ഫാസിഖായ മുസ്ലിം. ആരാണ് ഈ ഫാസിഖായ മുസ്ലിം? നമ്മളൊക്കെ തന്നെ. അവയിൽ മഹ്ബൂസായവരെല്ലാം ഫാസിഖായ മുസ്ലിംസാണ്. നമ്മളൊക്കെ തന്നെ ഹവയിൽ മഹ്ബൂസാണ്. സ്വന്തം ദേഹേച്ഛയിൽ അയാൾ ബന്ധിതനാണ്. അപ്പോഴും അയാൾക്ക് ആത്മാവിൻ്റെ വാതിൽ തുറക്കൂല. അയാൾ വല്ലാതെ ഒന്നും ദൂരം പോയിട്ടില്ല. വേണമെങ്കിൽ അയാൾക്ക് തിരിഞ്ഞു നോക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? അതയാൾ വീണ്ടും ഇപ്പം പുകവലിക്കുന്ന ഒരാൾക്ക് ചില ആളുകൾ ചിലപ്പോൾ അത് വലിച്ച് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഈ കരിഞ്ഞാലും അയാൾ വലി നിർത്തൂല. എന്തുകൊണ്ട്? ലാസ്റ്റ് ആകുമ്പോഴത്തിന് ആ നിക്കോട്ടിൻ്റെ ആ ഒരു സുഖം അയാൾ വല്ലാതെ അനുഭവിക്കും. അപ്പോൾ ചില ആളുകളുടെ ഇവിടെ കൈ കത്തും, നാലാൾ നിർത്തി. ലാസ്റ്റ് ആകുമ്പോഴത്തിന് സുഖം കൂടി വരും. ഹവയിൽ മഹ്ബൂസായ ആൾക്ക് ദൈനംദിനം ഹവയുടെ സുഖം കിട്ടും. അപ്പോൾ അയാൾക്ക് ആത്മാവ് തുറക്കാൻ കഴിയില്ല. പിന്നെ ആരാണ് ഈ ആത്മാവിനെ തുറക്കാൻ? മുഅ്മിന്, യഥാർത്ഥ മുഅ്മിൻ. ഹവയിൽ അവൻ മഹ്ബൂസല്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചില്ലറ ദിവസം കൊണ്ടോ അവൻ മാരിഫത്തിലേക്ക് കയറും. മാരിഫത്തിലേക്ക് കയറിയാൽ ലാഭായി. ഇപ്പം നിങ്ങൾ ഒരു മാവിൻ്റെ തോട്ടം തയ്യ് വെച്ച് പിടിപ്പിച്ചു, തെങ്ങിൻ തയ്യ് വെച്ച് പിടിപ്പിച്ചു. അതൊരു ശ്രമകരമായ പണിയാണ് തെങ്ങിൻ തയ്യ് വെച്ച് പിടിപ്പിക്കൽ. അപ്പം നിങ്ങൾക്ക് സ്വപ്നത്തിലാണ് പിന്നെ നിങ്ങൾ പണിയെടുക്കുന്നത്. എന്ത് കിട്ടുമായിരിക്കും? അപ്പം ഈമാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി ഒരു സ്വപ്നമാണ് നമുക്ക്. 1-ാം ദിവസം 2-ാം ദിവസമൊക്കെ സ്വപ്നമായിരിക്കും. പക്ഷെ പെട്ടെന്ന് 3-ാം പട്ട കായ്ക്കാന്ന് പറയും പോലെ 3-ാം ദിവസത്തിൽ എന്താ ഇത് കായ തുടങ്ങും. ഓരോ തെങ്ങിൻ്റെയും ഒരു കായ 2 കായ. അപ്പം നമുക്കൊരു സന്തോഷമായി. എന്താണ്? ഇപ്പം നിങ്ങൾ മാരിഫത്തിലേക്ക് പ്രാഥമികമായി കയറി. എന്താ മാരിഫത്തിലേക്ക് കയറൽ? മുഹമ്മദിയത്തിൽ ലയിച്ച നഫ്സ് അയാൾക്ക് കാണിച്ചു തരുന്ന അനുഭവങ്ങൾ, അനുഭവിപ്പിക്കുന്ന അനുഭവങ്ങൾ. പിന്നെ അയാൾ മുന്നോട്ട് പോകും. പിന്നെ അടുത്ത കൊല്ലം 4 കായായി, പിന്നെ 10 കായായി, പിന്നെ 200-ഉം 300-ഉം കായ് ഒറ്റ തേങ്ങാക്കൊലയിൽ. പിന്നെ അത് ഇങ്ങോട്ടില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും അയാൾ. ഞങ്ങൾ തിരിച്ചു വരാൻ കഴിയില്ല, തിരിച്ചു വരേണ്ടതുമില്ല. അയാൾ ആത്മാവിനെ സുഖിപ്പിക്കുന്നതിൽ അയാൾ അങ്ങോട്ട് വ്യാപൃതൻ. ഈ വ്യക്തി ചിലപ്പോൾ നഫ്സിനെ മറന്നേക്കാം. ആ വ്യക്തി ചിലപ്പോൾ ശരിയാത്ത് ഒഴിവാക്കിയേക്കാം. എന്തുകൊണ്ടാണ് ശരിയാത്ത് ഒഴിവാക്കിയത്? അതെങ്ങനെയാണ്? തോട്ടത്തിൽ നിന്ന് വീട്ടിൽ വന്ന് തോട്ടത്തിൽ പോയി വീണ്ടും വീട്ടിൽ വന്ന് വീണ്ടും വീട്ടിൽ അങ്ങനെ ഈ വ്യക്തി പിന്നെ വീട്ടിൽ വരാൻ മറന്നു പോവുക, തോട്ടത്തിൽ തന്നെ കിടക്കുക. ഇതാണ് ആരിഫ്. മാരിഫത്തിന്റെ തോട്ടത്തിൽ കിടക്കുമ്പോൾ ശരിയാത്തിലേക്ക് വരാൻ കഴിയില്ല. ജനങ്ങളെ ആക്ഷേപിക്കും. പെണ്ണുങ്ങളെടുത്ത് പോയാലും ബാധ്യതയില്ലേ? അവിടെ കിടന്നുറങ്ങിയിട്ട് എന്താ കാര്യം?
അതെ അതെ, ബന്ധം. ശരിയാത്താൽ ജവാരി അവയവങ്ങളുടെ നിബന്ധനകളാണ് ശരിയാത്ത്. അവയവങ്ങൾ കൽപ്പിച്ചു ചെയ്ത് കാണിക്കുന്നതാണ് ശരിയാത്ത്. അതിൻ്റെ അപ്പുറം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ നിസ്കരിച്ചു, നിങ്ങൾ കൽബിൽ റബ്ബുണ്ടോ ഇല്ലെന്ന് അറിയാൻ കഴിയില്ല. അതാണ് ശരിയാത്ത്. നിങ്ങൾ നോമ്പ് നോറ്റു, നിങ്ങളെ കൽബിൽ റബ്ബുണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഒരടയാളമല്ല. നിങ്ങൾ കൽബിൽ റബ്ബുണ്ടെങ്കിൽ നോമ്പ് വിൽക്കാം, റബ്ബില്ലെങ്കിൽ നോമ്പ് വിൽക്കാം. നിങ്ങളെ കൽബിൽ റബ്ബുണ്ടെങ്കിൽ നിസ്കരിക്കാം, റബ്ബില്ലെങ്കിൽ നിസ്കരിക്കാം. പക്ഷെ കൽബിൽ റബ്ബിനെ കണ്ടെത്തുന്ന അവസ്ഥയിലെത്തിയാൽ പിന്നെ നിങ്ങൾ നിസ്കാരം മറന്നേക്കും ചിലപ്പോൾ. എന്തുകൊണ്ട്? ഭാര്യയെ മറന്ന് തോട്ടത്തിൽ തന്നെ കിടപ്പുടങ്ങി. ലോകം മുഴുവൻ അയാൾ ആക്ഷേപിച്ചു, എന്നാലും അയാൾക്ക് തോട്ടത്തിൽ നിന്ന് പോരാൻ കഴിയില്ല. മനസ്സിലായോ? ഇതാണ് മാരിഫത്ത്. നീ ചോദിച്ചിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞേ. അയാൾക്ക് ദൈനംദിനം അയാൾക്ക് സുഖം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താണ് ആ സുഖം? ആത്മാവിന്റെ സുഖം. നേരം കിട്ടൂല. ഈ തെങ്ങിന്റെ സുഖം എടുത്ത് അപ്പോഴത്തെ മറ്റേ തെങ്ങ് ഇങ്ങനെ പണിയാണ്. എപ്പോഴും സുഖം, പണം പണം പണം. തേങ്ങ പൊളിച്ച് വിറ്റു തേങ്ങ കൊണ്ടുപോകുന്ന ആളുകൾ അപ്പോഴത്തിന് ചകിരിക്കാൾ വന്നു, അപ്പോഴത്തിന് പട്ടക്കാൾ വന്നു, അപ്പോഴത്തിന് കൗങ്ങിൻ്റെ ആൾ വന്നു. ഇങ്ങനെ അയാൾക്ക് ഇവിടുന്ന് പോരാൻ കഴിയില്ല. അയാൾ തോട്ടത്തിൻ്റെ വാതിലടച്ച് ഇറങ്ങാനും കഴിയില്ല. അപ്പോഴത്തിന് അയാൾ പിന്നെ ആവശ്യക്കാർ വന്നു. ഇപ്പം അയാൾ പോരാത്തത് എന്തുകൊണ്ടാണ്? അയാളുടെ നേട്ടം അയാൾ കണ്ടു. ആ നേട്ടത്തെ വിട്ട് അയാൾക്ക് വരാൻ കഴിയുന്നില്ല. എന്നതുപോലെ തന്നെയാണ് ആരിഫും. ആരിഫിന് ചിലപ്പോൾ വീട്ടിൽ പോകാൻ കഴിയില്ല. ആരിഫികൾ ചിലപ്പോൾ കല്യാണം കഴിക്കൂല. ചിലപ്പോൾ ആരിഫികൾ 4 കല്യാണം കഴിക്കും. ഖത്അ ശബ്അ ഈ രണ്ടും ആരിഫിങ്ങളെ രീതിയാണ്. ഖത്അ എന്ന് പറഞ്ഞാൽ ടിക്ക്, ഒറ്റ മുറി, മുറിച്ചനിട്ടു. ഇനി ഷഹുവത്ത് എന്ന നഫ്സിനെ തൃപ്തിപ്പെടുത്തലിലേക്ക് പോകുന്നില്ല. ടിക്ക് മുറിച്ചനിട്ടു. 2 ഷെബ് നിറച്ചു കൊടുക്കുക. നിറച്ചു കൊടുക്കുമ്പോൾ 4 പെണ്ണും കിട്ടും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? 4 കല്യാണം കഴിക്കും. ചില അത് മനസ്സിലാവേണ്ട പറഞ്ഞത് അങ്ങനെ. എന്നിട്ട് അവരെന്തായാലും ഈ ഖത്അ ചെയ്യുന്ന ആളുകൾ ജനസമൂഹത്തിൽ നിന്ന് മറിയും. ഷെബ് ഉള്ള ആളുകൾ ജനസമൂഹത്തിൽ നിൽക്കും. ആൾ ആരിഫായിരിക്കും. എന്തുകൊണ്ട്? അയാൾക്ക് ഏറ്റവും വലിയൊരു പണിയുണ്ട്, അദില്. അദില് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കാത്തൊരു കാര്യമാണ്. അത് നടക്കണമെങ്കിൽ ഇന്റലിജന്റ് ആയിരിക്കണം. ഡ്രൈവർ കുറഞ്ഞ വണ്ടി ഇടിക്കുമ്പോൾ തന്നെയാണ് എന്ത്? ഭർത്താവിന് 1 സെക്കൻഡ് കണ്ണ് തെറ്റിയാൽ അതിൽ നഷ്ടപ്പെട്ടു. അതിൽ നഷ്ടപ്പെട്ട നരകാണ്. അല്ലാത്ത അതിൽ അതിന് കഴിയില്ലെങ്കിൽ ഒരു പെണ്ണാണ് നല്ലത്. അപ്പൊ ഔലിയാക്കന്മാര് 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് 4 പെണ്ണുള്ളവര്, ഒന്ന് പെണ്ണേ ഇല്ലാത്തവര്. ഇത് രണ്ടും ത്യാഗാണ്. പണിയാണ്, ഭയങ്കര പണിയാണ്. 4 കല്യാണം കഴിച്ചാൽ ഇവർക്ക് അതിലൊപ്പിക്കണ്ടേ? അതിൽ കാരണം ചെറിയ പണിയാണ്. അതിൽ കാരണം അള്ളാഹു തആലക്ക് അതിൽ പോലെ അള്ളാഹ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെ ഇല്ല. എല്ലായിടത്തും അള്ളാഹു തആലക്ക് കർത്തൃ നാമമാണെങ്കിൽ ഇവിടെ എത്തിയ അള്ളാഹു തആലക്ക് ക്രിയാധാതുവാണ്. നീതിമാനല്ല, അവൻ നീതിയാണ്. അവൻ കാരുണ്യവാനാണ്, അവൻ പ്രതാപിയാണ്. മനസ്സിലായില്ലേ? അവൻ സഹായിയാണ്. അങ്ങനെയൊക്കെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ കർത്തൃനാമമല്ല, മസ്ദറ, ക്രിയാധാതുവാണ്. അതിലാണ് അവൻ. അതിലാണ്. അതിലാണ് നീതിയാണ്. നീതിമാനല്ല, അവൻ നീതിയാണ്. അവനാണ് നീതി. നീതിയെപ്പോലെ നീതി പറയാത്തൊരു സംഭവമില്ല. അന്യസമുദായക്കാരനാണെങ്കിൽ നീതി കൊടുക്കണം. അവനെ സഹായിക്കൽ നിനക്ക് ബാധ്യതയില്ല, പക്ഷെ അവൻ നീതി കൊടുക്കൽ ബാധ്യതയുണ്ട്. ആർക്കും ഈ മേശയോട് ഞാൻ നീതി കാണിക്കണം, ഈ ചായ ഗ്ലാസിനോട് ഞാൻ നീതി കാണിക്കണം. നീതി കൊടുക്കേണ്ടാത്ത അല്ലാത്തൊരു സാധനം ഈ ലോകത്തില്ല. നിന്നെ സഹായിക്കേണ്ട ബാധ്യത എനിക്കില്ല, പക്ഷെ നീതി കാണിക്കേണ്ട ബാധ്യത ഉണ്ട്. എന്റെ സദസ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ, നമ്മൾക്കിടയിൽ ഒരു നീതി ഉണ്ടാവും.
ഞാൻ ഇവിടെ നിങ്ങളെ തോളിൽ ചവിട്ടി ഇറങ്ങാൻ പാടില്ല, അത് അനീതിയാണ്. അതേസമയത്ത് നിങ്ങൾക്ക് 30 രൂപ ചായ കുടിച്ചോളെന്ന് പറഞ്ഞാൽ തരേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. നീതി തരേണ്ട ബാധ്യത ഉണ്ട്. ഈ നീതിയിൽ മഹബൂസായിരിക്കും ആര്? 4 കല്യാണം കഴിച്ച ആരിഫ് അതിലോട്ട് കുടുങ്ങും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും സഹായിച്ച ഒരാൾക്ക് അദൽ ചെയ്യാൻ കഴിയും. അദൽ എന്ന് പറഞ്ഞാൽ അതൊരു പണിയാണ്. അപ്പോൾ അയാൾക്ക് അല്ലാഹുവിന്റെ നുസ്രത്തുണ്ടാകും, സഹായം. അപ്പോഴും അയാൾ ആത്മാവ് തുറന്നു കിട്ടി മുന്നോട്ട് പോയാലേ കഴിയുള്ളൂ. ജഡത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ ആണെങ്കിൽ കഴിയില്ല. ജഡത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ പോകുന്ന ഒരാൾ ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ സുഖമുള്ളതിനെ തേടിപ്പോവും. അപ്പൊ അത് നഷ്ടപ്പെട്ടു 100%. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരാൾക്കല്ലാതെ അദൽ ചെയ്യാൻ കഴിയില്ല. അദൽ പോലത്തെ ഒരു സംഗതിയും ലോകത്ത് പറയില്ല. അപ്പൊ നമ്മൾ വളരെ വളരെ ചിന്തിക്കണം. നോക്കെ അള്ളാന്റെ ആരിഫീങ്ങൾ ജഡത്തിന് സുഖം കൊടുക്കൂല, കൊടുക്കനല്ല, ജഡത്തിന് ഒരു സുഖം കൊടുക്കൂല. അങ്ങനെ പോകും. എന്തുകൊണ്ട്? അവർക്ക് സുഖം ജഡത്തിലല്ല, ആത്മാവിലാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഒരു കാൽമ നിന്ന് ഉറങ്ങാതിരിക്കാനാണ്. ഖുർആൻ ഒഴിവാക്കൂല. ജഡത്തിന് കഴിയില്ലാന്ന് ജഡം പറയുമ്പോഴും എന്താ നിനക്ക് കഴിയില്ലെന്ന് അങ്ങോട്ട് ചോദിക്കും. ഈ വ്യക്തിയോ ജഡത്തിന്റെ അടിമയല്ല, ആത്മാവിന്റെ അടിമയാണ്. ആത്മാവ് ഇങ്ങനെയും ജഡം ഇങ്ങനെയാണ്. ആത്മാവ് ഉന്നതമാണ്, അതിങ്ങനെ വന്നതാണ്. ജഡം ഇങ്ങനെയാണ്, ഇങ്ങനെയും കൂടിയതാണ് നീ എന്ന് പറഞ്ഞാൽ 2 എണ്ണാണ്. ഒന്നിങ്ങനെ മുളച്ചാണ്, ആ മുളച്ചതി പോക്കാണ്, മണ്ണാണ്. മറ്റേ ആൾ അങ്ങനെയല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നതാണ്, ഇവിടെ മുളച്ചതല്ല. വിട്ട അങ്ങോട്ടേ പോകുള്ളൂ, ഇത് വിട്ട് അങ്ങോട്ടേ പോകുള്ളൂ. മനസ്സിലായില്ല? ജഡം കുഴിക്ക് വീഴും, ആത്മാവ് മേലെ പോവും. പിന്നെ ജഡം പോലെ ആത്മാവും ആവും. അപ്പോൾ ജഡത്തിന് താഴത്ത് പാതാളത്ത് പോവും. തിരിഞ്ഞിട്ടില്ല. 2 സാധനമാണ് മനുഷ്യൻ. ഒന്ന് മേലെന്ന് വന്നത്, ഒന്ന് താഴ്ന്നു മുളച്ചത്. എന്താ താഴ്ന്നു മുളച്ചത്? ജഡം. എന്താ മേലെന്ന് വന്നത്? ആത്മാവ്. നീ ആത്മാവിന്റെ ശുദ്ധതയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് മേലേക്ക് തന്നെ പോവും. ചിലപ്പോൾ ആത്മാവ് ജഡത്തേക്കാൾ മോശവും. ആത്മാവ് ജഡത്തേക്കാൾ മോശമാവും. ആത്മാവിനോണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം ആത്മാവിനാൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, മനസ്സിലാവേണ്ട പറഞ്ഞത്, ആത്മാവിനെ കൊണ്ട് കിട്ടാതെ കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് തകരും. ജഡത്തിൽ അതിന് പരിധിയിൽ സ്ഥാനം ഉണ്ടാവില്ല, ജഡത്തിന്റെ അടിക്കവും. തക്കാളി കെട്ടാൽ ഇങ്ങനെ ഇട്ടാ മതി, ഇച്ചി കെട്ടാലോ? തക്കാളി നാറിയാൽ ഒരു കൈ 2 മീറ്റർ അപ്പുറത്തേക്ക് എറിഞ്ഞാലും വാസനിക്കൂല. ഇജ് നാറിയാലോ? എന്നെ കൊണ്ട് കുഴിച്ചിടണം 6 അടിന്റെ അടിയിൽ. എന്തുകൊണ്ട്? എന്നെ നാറ്റം സഹിക്കാൻ കഴിയൂല. നീ ഉന്നതമാണ്, തക്കാളി ഉന്നതമല്ല. ഇതുപോലെ തന്നെ ആത്മാവ് ഉന്നത സാധനമാണ്. ആ സാധനം കെട്ടുകഴിഞ്ഞാൽ ജഡത്തിന്റെ അടിക്കും. അതാണ് പാതാളം. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അടിന്റെ അടിക്കും. ആത്മാവിന്റെ ഊർജം കിട്ടിയ ആത്മാവ് ചാവൂല, മരിക്കുന്നില്ല. ജഡത്തിന്റെ പിന്നാലെ പോയ ആത്മാവും ജീവിക്കില്ല. ജഡത്തിന്റെ പിന്നാലെ പോയ ആത്മാവ് ജീവിക്കില്ല. വളരെ ചിന്തിക്കണം. മനുഷ്യന് ഇനി അടുത്തൊരു ഭാവിയില്ല എന്നാ എൻ്റെ കണക്കൂട്ടൽ. കാരണം മനുഷ്യനെ ഉന്നതനാക്കുന്നത് അവൻ്റെ ആദർശമാണ്. ആ സാധനം ഇപ്പോൾ മനുഷ്യന് ഇല്ല.
ആദർശ പ്രസ്ഥാനങ്ങൾ മുഴുവനും 2-4 കൊല്ലം കൂടി തകർന്ന് തരിപ്പണവും. ശുദ്ധമായ ആദർശ പ്രസ്ഥാനങ്ങൾ ഇനി നിലനിൽക്കൂല, ഒരിക്കൽ. എന്തുകൊണ്ട് നിലനിൽക്കൂല? അതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ സുഖഭോഗങ്ങളുടെ അടിമകളായി മാറി. സുഖഭോഗങ്ങളുടെ അടിമകളാകുമ്പോൾ അവരെ ഈമാൻ നിയന്ത്രിക്കൂല, കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുക. അതാണ് പ്രശ്നം. ഇനി പുരാവസ്തുവാണ്. ആദർശ പ്രസ്ഥാനങ്ങളൊക്കെ ഇനി പുരാവസ്തുവാണ്. പുരാവസ്തുവല്ല, പുരാവസ്തുവാകുമ്പോൾ ഒരു പുരാവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പുരാവസ്തുവിനൊരു വിലയുണ്ട്. എന്ത്? ഒരു കാലത്ത് അത് വലിയ സേവനം ചെയ്തിട്ടുണ്ടല്ലോ എന്ന നിലയിൽ അത് ആദരിക്കപ്പെടും. എന്നാൽ ആദർശ പ്രസ്ഥാനങ്ങൾ ഇനി പുരാവസ്തു ആവൂല. എന്തുകൊണ്ട്? സുഖിയന്മാരും ജഡിയന്മാരുമായ ആളുകൾ അതിനെ ഓട്ടിക്കൊണ്ട് നടക്കും. അപ്പോൾ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. അപ്പോൾ അത് മനുഷ്യന് ദോഷം മാത്രം സമ്മാനിക്കും. ഇത് സത്യമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. 100% സത്യമായൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. 100% സത്യമാണ്. ചിന്തിക്കണം. പിന്നെ ഇപ്പം പറയേണ്ട ഇല്ല, പറയുന്നതിന് അർത്ഥമില്ല. മനുഷ്യന് ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? മനുഷ്യൻ ഹഖീഖത്തുൽ മുഹമ്മദിയത്തിന്റെ പിന്നാലെ തേടിപ്പോയ ഒരാൾക്ക് അയാളുടെ സുഖം ആത്മാവിനാണ്. അപ്പൊ തിരിച്ചു വരേണ്ടി ഒരു ലേക്ക്. പിന്നെ അയാളെ ജഡവും ആത്മാവിനൊത്തു നിൽക്കും. ആത്മാവിനൊത്തു നിൽക്കും. നാൽപ്പത് കൊല്ലം 60 കൊല്ലം ഒന്നും ഉറങ്ങാത്ത 1000 ആളുകളുടെ ചരിത്രം എനിക്ക് പറയാൻ കഴിയും. 40 കൊല്ലം ഉറങ്ങാത്ത 1000 ആളെ ചരിത്രം എനിക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട്? അവർ ജഡത്തിൽ മഹബൂസല്ല. നിഷേധിക്കുന്നവർ ഇപ്പൊ ഈ പ്രസംഗത്തെയൊക്കെ നിഷേധിക്കും ചില ആളുകൾ. അതെനിക്ക് വിഷയമല്ല. എന്തുകൊണ്ട്? അവർ ജഡത്തിൽ മഹബൂസാണ്. അവർക്കത് ചിന്തിക്കാനേ കഴിയില്ല. എന്നാൽ നീ ജഡത്തിൽ മഹബൂസല്ലേ? ആണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ട് എനിക്കറിയും. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉറങ്ങാത്തവരുണ്ട് എന്ന് എനിക്കറിയും. ഞാൻ നിഷേധിക്കൂല. ചില അവർ നിഷേധിക്കും ചെയ്യും. നിഷേധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 40 വർഷമൊക്കെ ചില ആളുകൾ ഉറങ്ങാതെ പോയത്? അവർക്ക് സുഖം കിട്ടി. അവർ ജഡത്തിന്റെ സുഖത്തിൽ മഹബൂസ് അല്ല. അവർക്ക് സുഖം കിട്ടി. എന്തിൽ കിട്ടി? അവർ നഫ്സിനെ മറന്നു. റൂഹയാണ് അവർ ജീവിച്ചത്. ആത്മാവിനെ ഉത്കർഷിക്കാവുന്ന ആശയങ്ങൾ ഇനി നിലനിൽക്കൂല. ജഡങ്ങളുടെ നിയമങ്ങൾ നിലനിൽക്കും. പുതിയ യൂത്തിന്റെ മതം വഹാബിസമായിരിക്കും. സുന്നികൾ തകർന്ന് തരിപ്പണം. സുന്നികൾ ഇനി നിലനിൽക്കുകയില്ല. സുന്നികൾ തകരും. 100% സുന്നികൾ തകരും. എന്തുകൊണ്ട്? സുന്നി എന്നത് ആത്മാവിന്റെ മതമാണ്. വഹാബിസം എന്നത് ജഡത്തിന്റെ മതമാണ്. സുന്നികളുടെ നേതാക്കന്മാരും ജഡത്തിന്റെ അടിമകളായി മാറി. അതുകൊണ്ട് ഇനി വഹാബിസം അടിച്ചു കയറും. എത്ര കഷ്ണായി അവർ മാറി. പക്ഷെ അവരുടെ ശക്തി നിങ്ങൾ വിചാരിച്ചതല്ല. അത്രയൊന്നും സുന്നികൾ കഷ്ണങ്ങളായിട്ടില്ല. പക്ഷെ സുന്നികൾ എന്നൊരു ജാതി ഇപ്പൊ ലോകത്തെ ഇല്ല. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ദേഷ്യമായി തോന്നും. പക്ഷെ നിങ്ങളത് അനുഭവിക്കും. ഉറപ്പായിട്ട് അനുഭവിക്കും. സുന്നി തകരും. സുന്നികൾക്ക് ഇനി ഒരിക്കലും ഭാവിയില്ല. ഇമ്പോസിബിളാണ്. വീട്ടിൻ്റെ അകത്തകളങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ആദർശമായി സുന്നിസം മാറും. സുന്നി പ്രസ്ഥാനങ്ങൾ പോലും വഹാബി പ്രസ്ഥാനങ്ങളായി മാറും. ഫലത്തിൽ അവ വഹാബി പ്രസ്ഥാനം. എന്തുകൊണ്ട്? ജഡങ്ങളുടെ വർത്താനല്ലാതെ അവർ പറയേയില്ല. വഹാബിസം ജഡത്തിൻ്റെ മതമാണ്. സുന്നിസം അങ്ങനെയല്ല. സുന്നിസം എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും മതമാണ്. ഏറ്റവും പ്രധാനം അവിടെ ആത്മാവാണ്. ജഡത്തിൻ്റെ കടമകളൊക്കെ നിർവഹിക്കുമെങ്കിലും ജഡത്തെ മറന്നവരെയും അവർ നിഷേധിക്കൂല. എന്തുകൊണ്ട്? അവർ ആത്മാവിലേക്ക് ചെയ്യും. അവർ ജഡത്തെ മറക്കും. അപ്പോൾ നിഷേധിക്കൂല. അത്തരം ആളുകളെ സുന്നികൾ ചെയ്യും.
എന്നാൽ ഇനിയുള്ള കാലത്ത് അത്തരം ആളുകൾ ഉണ്ടാവുകയുമില്ല. അങ്ങനത്തെ ആളുകൾ കഴിഞ്ഞു പോയവരെ വരെ സുന്നികൾ നിഷേധിക്കും. എന്തുകൊണ്ട്? സുന്നിസവും ജഡത്തിൻ്റെ മതമായി അതപ്പതിച്ചു. ഒരിക്കലും നിലക്കാൻ കഴിയില്ല. മുന്നോട്ട് പോവേയില്ല, തകരും, 100% തകരും. പുതിയ യൂത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ ടെററിസമാണ്, സെമി ടെററിസമാണ് സത്യത്തിൽ വഹാബിസം. അത് പൂർണ്ണമായ ടെററിസവുമായി മാറും. വഹാബിസം എന്ന് തന്നെ പറഞ്ഞാൽ അതൊരു സെമി ടെററിസമാണ്. അത് മനുഷ്യർക്കിടയിൽ സ്പർദ്ധകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അടുത്ത കാലത്തിന് വരാൻ പോകുന്നൊരു ഗൗരവമായ പ്രശ്നം എന്നാൽ മതങ്ങൾ തമ്മിൽ ലോക ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള സ്പർദ്ധകൾ തീർക്കും. ലോക ചരിത്രത്തിൽ മതങ്ങൾക്കിടയിൽ ഇങ്ങനെ സ്പർദ്ധകൾ ഉണ്ടായിട്ടില്ല. ഈ സ്പർദ്ധകളാണ് 2000-ന് ശേഷം ഉണ്ടായത്. എന്തുകൊണ്ട്? മതമെല്ലാം ജഡത്തിൻ്റെ മതങ്ങൾ മാത്രമായി മാറി. അപ്പോൾ അവർക്ക് പലതിനും ഉൾക്കൊള്ളാൻ കഴിയില്ല. ആത്മാവിൻ്റെ മതത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ അതിന് വിശാലത ഉണ്ടാവും. ജഡത്തിൻ്റെ മതത്തിന് കുടുസുണ്ടാവും. അലം നശ്റഹ് ലക സദ്റക്, നെഞ്ചിനെ ഞാൻ വിശാലമാക്കി തന്നില്ലേ. അതാണ് ആത്മാവിൻ്റെ മതം. അതാരും ഉൾക്കൊള്ളും. ജഡത്തിൻ്റെ മതം ഒരിക്കലും ഉൾക്കൊള്ളൂല. ജഡത്തിൻ്റെ മതത്തിന് ഉൾക്കൊള്ളാനേ കഴിയില്ല. ജഡത്തിൻ്റെ നിയമം നോക്കിക്കും. അതാണ് വിഷയം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ ചിന്തിച്ചോളൂ. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ 100% സത്യമാണ്. ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് ഞാൻ. ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, സത്യം. പിന്നെ എന്തെങ്കിലും ഹൈർ ചെയ്ത് മരിച്ചു പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് കാത്തിരിക്കാൻ എന്തെങ്കിലും ഹൈർ ചെയ്യുക, അത്രയല്ലാതെ എനിക്കിനി ജുന്യാൽ ജീവിക്കാൻ ആഗ്രഹമില്ല. എന്തുകൊണ്ട്? ഒരു നന്മ നടക്കൂല. നന്മയാണെന്ന് നാം വിചാരിക്കുന്നവരൊക്കെ തിന്മയായിരിക്കും. നന്മയും തിന്മയും പിശാചിൻ്റെ കയ്യിലാകപ്പെട്ട ഒരു ജനതയാണ് കാലാണ് ഇന്നത്തെ കാലം. നന്മയും പിശാചിൻ്റെ കയ്യിലാണ്, തിന്മ ഏതാനും പിശാചിൻ്റെ കയ്യിലാണ്. നന്മയുടെ കയറ് പിടിച്ചത് പിശാചാണ്. അപ്പം നന്മയുടെ പ്രത്യക്ഷ ഭാവം മാത്രം നന്മ, എന്നാൽ പരോക്ഷമായി അത് തിന്മയാണ്. കാരണം അതിൻ്റെ കയറ് പിടിച്ചത് പിശാചാണ്. 100 വട്ടം പിശാചാണ്. ഞങ്ങൾ അത് ചോദിച്ചതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. എന്ത് അയാൾ പിന്നെ തിരിച്ചു പോരുമോ? ആത്മാവിൻ്റെ സുഖത്തിൽ പോയ ഒരാൾക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ശരീരത്തിൻ്റെ സുഖത്തിലേക്ക് പോയ ഒരാൾക്ക് തിരിച്ചു വരവില്ലെങ്കിലും അയാൾക്കൊരു തിരിച്ചറിവുണ്ടാവും. കാരണം ജഡം സുഖത്തെ തിരസ്കരിക്കുന്ന സമയം വരും. അന്ന് അയാൾക്ക് തിരിച്ചറിവ് കിട്ടും. ആത്മാവിൻ്റെ പിറകെ പോയ ഒരാൾക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. എന്തുകൊണ്ട്? അത് അയാളുടെ അവസാനത്തെ ശ്വാസത്തിലും അയാൾക്ക് കൂടുതൽ സുഖത്തിലുള്ളൂ. ഉദാഹരണം പറയാം. വളരെ ചിന്തിക്കണം. എൻ്റെ ഒരു മൂത്തമ്മണ്ടായിരുന്നു. അപ്പോൾ മൂത്തമ്മാൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ചില്ലറ പൈസ ഉണ്ടെങ്കിൽ മൂത്തമ്മാൻ്റെ കയ്യിൽ കൊടുക്കും. മൂത്തമ്മക്ക് സന്തോഷമല്ലേ, അപ്പം മൂത്തമ്മ സന്തോഷത്തിൽ വാങ്ങുകയും ചെയ്യും. അങ്ങനെ പോലെയായിരുന്നു. അങ്ങനെ മൂത്തമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ആയിരിക്കും. മൂത്തമ്മ വയ്യ. ഞാൻ മൂത്തമ്മയുടെ അടുത്ത് പോയി. അങ്ങനെ പോരുന്ന സമയത്ത് മൂത്തമ്മാൻ്റെ തലേണക്കടിയിൽ പിന്നെ പൈസ കൊടുത്തു. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, കൈ കൊണ്ട് കാണിച്ചു. പിന്നെ ഞാൻ ഭംഗി വാക്കായിരിക്കും വിചാരിച്ചിട്ട് തലേണക്കടിയിലേക്ക് 500 നോട്ട് വെക്കാൻ ഇപ്പോൾ വേണ്ട തീരെ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ പൈസയും കൂടി ഞാൻ പോന്നു. ഇത് ഒരു 10-20 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തെ വളരെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും മൂത്തമ്മ അന്ന് അങ്ങനെ പറഞ്ഞത്? മൂത്തമ്മക്ക് ഞാൻ പൈസ ഉണ്ട്, ആവശ്യമില്ല. അപ്പം ജഡത്തിൻ്റെ സുഖത്തെ അവിടെ തിരസ്കരിച്ചു. ഞാൻ വേണ്ട അതുകൊണ്ട് എനിക്ക് കാര്യമില്ല.
എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, എനിക്കത് ആവശ്യമല്ല എന്നർത്ഥത്തിൽ. അപ്പം മനസ്സിലായില്ല പറഞ്ഞു. അപ്പം ഭൗതികയുടെ പിന്നാലെ പോയ ഒരാൾക്ക് ഒരു ദിവസം അയാൾ തിരസ്കരിക്കും, വേണ്ടെന്ന് പറയും. എന്തുകൊണ്ട്? ഞാൻ അവിടെ പോവില്ല. കല്ല ഇതാ ബലകത്തി തറോക്കയ വക്കീല മൻ റോക്ക്. തൊണ്ടേ കിട്ടും, തൊണ്ടേ കിട്ടും, ഉമിനീര് വരെ തൊണ്ടേ കിട്ടും. വൽത്തഫത്തി സാഖ് ബിസാഖ്, കാലോടിങ്ങനെ അതിങ്ങനെ ചുറ്റിപ്പണേ. വൽത്തഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അന്ന് നീ നിന്റെ റബ്ബിലേക്ക് തെളിക്കപ്പെടുകയാണ് നിന്നെ. അതായത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ്? ഇപ്പം ഒരു 10 റുപ്യ എന്നാൽ നിങ്ങൾക്ക് ഞാൻ തന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത പീടിയിൽ പുറത്തിറങ്ങുമ്പോൾ അടുത്ത പീടിയിൽ ചായ കുടിക്കാം. ഇവിടെ ഉമിന്തിരി കിട്ടിയാലോ പിന്നെ എന്തിനാ 10 റുപ്യ? 1 റുപ്യ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ കാക്കാൻ്റെ കടയിൽ നിന്ന് 1 റുപ്യേൻ്റെ മിഠായിയാണ്. കുടിനീരിറങ്ങുന്നൊക്കെ നിന്നായാൽ പിന്നെ എന്തിനാ 1 റുപ്യ? അന്ന് 1 റുപ്യയും 1 കോടി 100 കോടി ഒരുപോലെയാണ്. എന്തുകൊണ്ട്? ഭൗതിക സുഖത്തിന് എപ്പോഴും എന്തുണ്ട്? അത് ആസ്വദിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആത്മാവിന്റെ സുഖത്തിന് പരിധിയല്ല. അവസാനത്തെ ശ്വാസത്തിൽ നീ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച കാര്യം നടന്നിട്ടല്ലായിരിക്കും. എന്താ ജീവിതത്തിൽ നീ ഏറ്റവും ആഗ്രഹിച്ചത്? നബിയെ കാണുക. അവർ റസൂലുള്ളാഹിനെ കണ്ടു. ജീവിത സായുജ്യാണ്. പിന്നെ നീ എന്ത് മറന്നില്ല? നീ നിന്നെ തന്നെ മറന്നുപോയി. അപ്പൊ സുഖത്തിന്റെ ഏറ്റവും അവസാനത്തെ സുഖമാണ് നിനക്ക് എപ്പോ കിട്ടിയത്? ജഡം തിരസ്കരിച്ചു, ജഡത്തിന്റെ സുഖം തിരസ്കരിച്ചു. അതേസമയം ആത്മീയവാദിയുടെ സുഖം അന്നാണ് കൂടുതൽ കിട്ടുന്നത്. ഹബീബ റസൂലുള്ളാഹിന്റെ മുഖം കാണാതെ മരിക്കൂല, സ്വർഗം കാണാതെ മരിക്കൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സ്വർഗം കാണാതെ അവൻ മരിക്കൂല. മൂസാജിക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ മുക്കത്ത്. ഇന്നലെ മരിച്ചു, സുബൈ നിസ്കരിച്ച് മരിച്ചു. നമ്മളെ ക്ലാസ്സിൽ സ്ഥിരം വന്നിരുന്ന മൂസാജിക്കാൻ മനസ്സിലായില്ലേ? മുക്കത്തെ ക്ലാസ് സ്ഥിരം വന്നിരുന്ന നല്ലൊരു മനുഷ്യന്, എല്ലാം 100% പ്യൂർ ആളാ. മരിച്ചു. ഞാൻ ഇന്നലെ പോയി. ഞാൻ ഇന്നലെ 4 മണിക്ക് അദ്ദേഹത്തിനടുത്ത് ഞാൻ മയ്യത്തസ്കരിച്ചു. വീട്ടിൽ നിന്ന് തന്നെ മയ്യത്തസ്കരിച്ചു. എന്തോ ഒരു ചൊറുക്കാണെന്നറിയും. ചിരിച്ചിങ്ങനെ കിടക്കുക, ചിരിച്ചെടുക്കുക. അങ്ങനെ തന്നെയല്ലേ ഒക്കെ പറയാം. ചിരിച്ചിടക്ക ഒരു മനുഷ്യൻ ചിരിച്ചു കിടക്കുക. ഇത് ആത്മീയവാദിയുടെ സുഖമാണ്. എന്ത്? അയാളുടെ അവസാന സെക്കൻഡിലാണ് അയാളുടെ ഏറ്റവും വലിയ സന്തോഷം കരഗതമായത്. അപ്പൊ അയാൾക്ക് അവിടെ ജഡത്തിന് ദുഃഖമില്ല, ജഡത്തിന് ക്ഷീണമില്ല, ജഡത്തിന് വേദനയില്ല, ഒന്നുമില്ല അയാൾക്ക്. എന്തുകൊണ്ട്? അയാൾ കാണേണ്ടത് കണ്ടു. തന്റെ സ്വർഗീയ ഇരിപ്പിടം കാണാതെ ഒരു മുഅ്മിൻ മരിക്കൂല. അപ്പൊ ആ ലാസ്റ്റ് ശ്വാസത്തിലാണ് ആരെ കാണുന്നത്? ഹബീബാ നബിയും കാണുന്നത്, സ്വർഗവും കാണുന്നത്. സന്തോഷം എത്രയാ! അല്ലാഹു തആല തൗഫീഖ് നമുക്ക് തരട്ടെ. അപ്പൊ അയാൾ പുറകോട്ട് അയാൾ പോരേയില്ല. അതേസമയത്ത് ജഡത്തിന്റെ പിന്നാലെ പോയവന് ഒരു ഘട്ടത്തിൽ തിരിച്ചുകൊണ്ടേണ്ടി വരും. എന്തുകൊണ്ട്? ജഡം അത് തിരസ്കരിക്കും. ജഡത്തിന് അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. ഇനി എന്താ ജഡം കൊടുക്കുക? ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ ജഡത്തിന് വല്ല സുഖം കൊടുക്കാൻ കഴിയുമോ? ഭാര്യയെ കൊടുക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിക്ക് അവിടെയും ചെല്ല, സ്വർഗത്തിന് അവിടെയും ചെല്ല, കഞ്ഞും ചോറിനും അവിടെ ചെല്ലാൻ കഴിയില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതാണ് ആ പറയാനുള്ള കാരണം. എവിടുന്നാ ഞാനിത് പറഞ്ഞെന്നറിയില്ല. നിങ്ങളൊരു ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ആത്മീയവാദി ഒരിക്കലും തിരിച്ചു വരേണ്ടിയില്ല. യഥാർത്ഥ ആത്മീയവാദിയാണെങ്കിൽ ആത്മീയവാദിക്ക് ആരും ഉൾക്കൊള്ളാൻ കഴിയും. അതിൻ്റെ അർത്ഥം അയാളോട് താതാത്മ്യപ്പെടുന്നല്ല, ഉൾക്കൊള്ളാൻ കഴിയും. വിശാലമായ നെഞ്ചാണ് മുഹമ്മദ് മുസ്തഫ കൊടുത്തത്. ഇതിനെയാണ് സയ്യിദുനാ മൂസ കൊതിച്ചത്. റബ്ബിശ്റഹ് ലീ സദ്രീ, എൻ്റെ നെഞ്ചകം നീ തുറന്ന് വിശാലമാക്കി താ പടച്ചോനെ. വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി മിൻ ദുആഇ സയ്യിദിനാ കലീമില്ലാഹി മൂസ. ഇത് മൂസാന്റെ ഇവിടെ ദുആയ. ഏത്? റബ്ബിശ്റഹ് ലീ സദ്രീ
വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മൂസാ നബിയുടെ ദുആ. പുണ്യ റസൂലിനോ അള്ളാഹു നേരത്തെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഒരു ദുആ എന്ന നിലക്ക് ദുആ ഇരുന്നിട്ടേ ഉള്ളൂ, ആഗ്രഹത്തിലല്ല. ആഗ്രഹം അള്ളാഹു ചെയ്തു കൊടുത്തു. അലം നശ്റഹ് ലക, അങ്ങേക്ക് നാം തുറന്നു തന്നില്ലേ സുദറക, അങ്ങയുടെ നെഞ്ചകത്തെ. ഒരായത്ത് അഫമൻ ശറഹ അല്ലാഹു സുദറഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ആർക്കെങ്കിലും നെഞ്ചകം അല്ലാഹു തുറന്നു കൊടുത്താൽ അവൻ റബ്ബിന്റെ പ്രകാശത്തിലായിരിക്കും. നെഞ്ചകം തുറന്നു കൊടുക്കണം. അപ്പോൾ റബ്ബിന്റെ നെഞ്ചകം തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ കൽബിൽ ആര് കയറി? അല്ലാഹു. ജഡത്തിന്റെ നിയമത്തിന്റെ പിന്നാലെ ഓടിയതുകൊണ്ട് കാര്യമില്ല. എന്നാൽ നിയമങ്ങളല്ലേ? നിയമങ്ങൾ തന്നെയാണ്. നിയമങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ ചില ജഡത്തിന് വേണ്ടി നിയമം മാറ്റും. എന്തുകൊണ്ട്? ആത്മാവിനെയും താതാത്മ്യപ്പെട്ട ജഡമാവുമ്പോൾ ജഡത്തിന് നിയമങ്ങൾ, ആ ജഡത്തിന് വേണ്ടി നിയമം മാറ്റി കൊടുക്കും. ഉറങ്ങാതിരിക്കണം തെളിവ് പറഞ്ഞത്. നിങ്ങളിങ്ങനെ ആവുലായി ഉറങ്ങുകയാണെങ്കിൽ ഉറക്കൂസുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാസ് അല്ലാതെ. എന്താ ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞത്? ചില ജഡങ്ങൾക്ക് വേണ്ടി ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി ജഡത്തിൻ്റെ നിയമം മാറ്റി കൊടുക്കും. എന്ത്? ആ ജഡം അത്രയും മുഅല്ലമാണ്, ആത്മാവിന് ഈക്വലാണ് ജഡം. ഉദാഹരണം, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നോമ്പ് കാലത്ത് ഒരാൾക്ക് തൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതായത് റമദാൻ മാസപ്പിറവി കണ്ടാൽ ഇനി ശവ്വാൽ മാസപ്പിറവി കാണുന്നവരെ ഭാര്യയെ പൂർണ്ണമായി തീർക്കുകയാണ്. ശാരീരിക ബന്ധം ഹറാമായിരുന്നു. രാത്രി പോലും നല്ലേണ്ട ആവശ്യമില്ല. രാത്രിയല്ലേ നോമ്പ് കാലത്ത് ഭാര്യയെ കാണേണ്ടുള്ളൂ. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പൂർണ്ണമായും ഷഅബാൻ അവസാനിച്ച് അഥവാ റമദാനിൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ ഇനി ശവ്വാൽ പിറ കാണുന്നവരെ ഭാര്യയുമായി സംസർഗപ്പെടാൻ, ശാരീരിക ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ നിയമം. അങ്ങനെ ഒരു രാത്രി പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയി സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ്. വെളുപ്പം കാലത്ത് അദ്ദേഹം നബിയുടെ വീട്ടിലേക്ക് ഓടി വന്നു. ഫയജുറു റിദാഅഹു, അപ്പോൾ അദ്ദേഹം തൻ്റെ പുതപ്പിനെ വലിക്കുന്നുണ്ട്. ഒരു ചൂണ്ടോടി. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു. അപ്പോൾ പറഞ്ഞു, വഖഅതു അലാ ഇംറഅതി, ഒരു അഭിശപ്തമായ നിമിഷം ഞാൻ എൻ്റെ ഭാര്യയുടെ മേൽ വീണുപോയി. ഫനസല റൂഹുൽ അമീൻ ഉഹില്ല ലക്കും ലൈലത സിയാമി റഫദു ഇലാ നിസാഇക്കും യാ സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ജിബ്രീൽ ഈ ആയത്ത് കൊടുത്തത്. ഉമറിന്റെ ജഡത്തിന് പറ്റിയ അബദ്ധത്തെ തിരുത്താൻ. ശരിയായിട്ട് തിരുത്തി, ഉമറിനെ തിരുത്തില്ല. യാ സുബ്ഹാനല്ലാഹ്, ഉമറിനെയല്ല തിരുത്തി, നമ്മളെ തിരുത്തി. ഇന്ന് മുതൽ രാത്രി കാലങ്ങളിൽ ഭാര്യയെ പ്രാപിക്കാൻ പാടില്ല എന്ന നിയമം ഇന്ന് മുതൽ ഇല്ല. എന്തുകൊണ്ട്? ഉമറിനും തെറ്റിയാൽ പിന്നെ നിയമം വേണ്ട. നിങ്ങൾ 100 കൊല്ലം ആലോചിച്ചാലും ബാക്കിയുണ്ടാവും. ഉമറിനെ ശാസിക്കലുണ്ട്, നിയമം മാറ്റി. ഉമറിന്റെ ജഡത്തിന് സംഭവിച്ചു പോയ അബദ്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമത്തെ തിരുത്തിയിട്ട് ശരിയാക്കി കൊടുത്തു. ഉമറായിരുന്നു നേരത്തെ തന്നെ ശരി എന്ന് നിൽക്കണമെന്ന്. യാ അല്ലാഹ്, അലിമല്ലാഹു അന്നകും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ ഓരോരുത്തരും നഫ്സിൽ മറച്ചു പിടിച്ച് നടക്കുന്ന കാര്യം അറിവുണ്ട്. റബ്ബിനറിയും. രാത്രികാലങ്ങളിൽ ഭാര്യയുടെ കൂടെ കിടക്കാനുള്ള അവസരം കിട്ടിയെങ്കിൽ എന്ന് നിങ്ങളിൽ കൊതിച്ചിട്ടുണ്ടെന്ന് റബ്ബിനറിയും. അത് സാരല്ല. എങ്ങനെയുണ്ട്? ഉമർ ബിൻ ഖത്താബിന് ചെയ്തതെന്ത്? ചാട്ടവാറടിക്കാം. 400 ചാട്ടവാറടിച്ച് ഉമറിനെ ശിക്ഷിച്ച്. അപ്പം എല്ലാവരും കൂടി കൂട്ടം കൂടിയപ്പോൾ അല്ലാഹ് എന്ത് പറഞ്ഞു? ഇന്ന് ദ്വാരക്ക, നമ്മൾ ഇനി പഠിച്ചോനെ ഉമർ ബിൻ ഖത്താബിന് എന്നെ തെറ്റി, ഇനി ഞങ്ങൾക്ക് തെറ്റാതിരിക്കട്ടെ എന്ന് ദ്വാര സമ്മേളനമൊക്കെ നടത്തി. ബിരിയാണിൻ്റെ പൊതിയൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ജിബ്രീൽ വന്നോ? അല്ല.
പുതപ്പും കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് പാഞ്ഞു വന്നു, ആയത്തും കൊണ്ട് ജിബ്രീലും പാഞ്ഞു വന്നു. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു. എന്തേ ഉമർ? വഖഅതു അലാ ഇംറഅതി, ഞാൻ എൻ്റെ ഭാര്യയുടെ മേൽ വീണുപോയി നബിയെ. ഉടനെ വഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ട് ലൈലത്ത സിയാമി, നോമ്പിന്റെ രാത്രികളിൽ അർറഫതു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന അലിമല്ലാഹു അന്നകും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ കൊതികൾ അല്ലാഹുവിന് അറിയും. എങ്ങനെയുണ്ട്? ഇപ്പം എന്താ ഞാൻ അവിടെ പറഞ്ഞേ? ചില ജഡങ്ങൾക്ക് വേണ്ടി, ചില ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി ഇലാഹി നിയമം വരെ മാറ്റി കൊടുക്കും. എന്തേ? ആ ജഡം ആത്മാവിനെ കൊല അല്ല, ആത്മാവിനെ വരെ തിരുത്താൻ യോഗ്യമായ ജഡാണത്. അത് ആൺകുട്ടിയാ. കൈബാലയത്തിന്റെ കല്ലിന്റെ അടുത്ത് പോയി നിന്ന് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞില്ല. എന്നെ കൊണ്ട് ഒരു ഉപകാരമല്ല. ഞങ്ങൾ പോലത്തെ കുറെ കല്ലും കൊണ്ട് നടന്നതാ. കല്ലുകൊണ്ടൊരു ഉപകാരമില്ല എന്ന് ഈ മനുഷ്യൻ വന്നപ്പോഴാണ് മനസ്സിലായത്. ഈ മനുഷ്യൻ നിന്നെ ചുംബിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ചുണ്ടും മൂക്കും നിനക്ക് കിട്ടൂലട്ടോ. ആരോട് പറഞ്ഞു? കല്ലിനോട് പറഞ്ഞു. കല്ല്, ഈ സ്വർഗത്തിലെ കല്ലായ എനിക്കെന്ത്? എനിക്കെൻ്റെ ആവശ്യമില്ല. പിന്നെ ആ ആള് നിന്നെ ചുംബിക്കുന്നത് കണ്ടത് കൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുകയാണ്. എനിക്ക് ആളെയാണ് ഇഷ്ടം, എന്നെയല്ല. ആരോടത് പറയുന്നത്? സ്വർഗത്തിലെ കല്ലിനോട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത് ഉമർ. അതായത് ജഡത്തിനൊരു താല്പര്യമില്ല. ആരുടെ താല്പര്യമാണ്? സയ്യിദുൽ അംബിയ ആയ പുണ്യ റസൂലിന്റെ താല്പര്യമാണ് ആ ജഡത്തിന്റെ താല്പര്യം. പുണ്യ റസൂലിന്റെ താല്പര്യമാണ് ഉമർ ഇബ്നു ഖത്താബിന്റെ ജഡത്തിന്റെ താല്പര്യം. അപ്പൊ ആ ജഡം ഈക്വലാണ്. എന്തിന്? ശുദ്ധമായ ആത്മാവിന് ഈക്വലാണ്. നിയമം വരെ മാറ്റി കൊടുത്തു. ഉമർ ഇബ്നു ഖത്താബിന് നിയമം മാറ്റി കൊടുത്തു. സത്യ തെറ്റല്ലേ? ചെയ്തോ തെറ്റല്ലേ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ചെയ്തു പോയപ്പോ ഹറാമല്ലേ? അള്ളാഹു തീരുമാനിച്ചതിനെതിരല്ലേ? ഞാൻ എതിരിനൊരു ശിക്ഷ നടപ്പിലാക്കാൻ ശിക്ഷന് വേണ്ട. നിയമ സെക്കൻഡ് എടുത്തു. അങ്ങനെയുണ്ട്. എന്തുകൊണ്ട്? ആ ആത്മാവിന്റെ താല്പര്യം അള്ളാഹുവിന്റെ താല്പര്യം മാത്രമാണ്. ആത്മാവിന്റെ താല്പര്യമല്ലാത്തൊന്നും ജഡത്തിനോട് താല്പര്യമില്ല. പിന്നെന്തേ? പിന്നെ ആ ജഡം അത് ചെയ്യേണ്ടി വരും. എന്തിന്? ഉമർ ഇബ്നു ഖത്താബ് അങ്ങനെ ചെയ്തത് കൊണ്ട് കോടാനക്കോടി മനുഷ്യർക്ക് ലോകാവസാനം വരെ നിയമം മാറി കിട്ടി. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന്റെ അബദ്ധം ലോകത്തിന് ഗുണമായി മാറി. അതാണ് ഉമർ. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. من طول خير الخلق أين صفائي وداد مع صفاء ثنائي فأنسي وروحي إن ذكرت محمدا أبا الكون بحر الجود أين سخائي فأنسي എൻ്റെ നിർവൃതിയും റൂഹി എൻ്റെ ആനന്ദവും ഇൻ ദക്കർതു മുഹമ്മദൻ, ഞാൻ മുഹമ്മദിനെ പറയുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൽ കൗനി, ഈ പ്രപഞ്ചത്തിന്റെ പിതാവായ, ബഹ്റൽ ജൂദി, ധർമ്മത്തിന്റെ സമുദ്രമായ, ഹൈന സഖായി, ഹൈന സഖായി, ഹൈന സഖായി, ഹൈന സഖായി, ധർമ്മത്തിന്റെ ഐന് തന്നെയായ, ധർമ്മം തന്നെയായി വന്നു. അത് അല്ലാഹു പ്രപഞ്ചത്തിന് കൊടുത്ത ധർമ്മമാണ് മുഹമ്മദ്. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിയുമാണ് മുഹമ്മദ്. പ്രപഞ്ചത്തിന് അല്ലാഹു നൽകിയ ധർമ്മമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജമീലുൽ മുഹയ്യാ മഅദിനുൽ ഖൈരി കാമിലു ജലീലുൻ അളീമുൽ ഖൽഖി റബ്ബുൽ ലിവാഇ. ജമീലുൽ മുഹയ്യ, വദനം അഴകുള്ള ആളാണ് മുഹമ്മദ്. അൽ മുഹയ്യ, വല്ലാത്തൊരു വദനമാണ്. എന്തൊരു സുന്ദര പ്രശോഭിതമായ മുഖമാണ് ആ മുഖം. മഅദിനുൽ ഖൈരി, എല്ലാ ഖൈറിന്റെയും ഖനിയാണ് അവിടുന്ന്. കാമിലുൻ, പൂർണ്ണനാണ്. ജലീലുൻ, ഏറെ വളർമ്മയുള്ള ആളാണ്. അളീമുൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും മഹാനാണ്. റബ്ബുൽ ലിവാഇ, കൊടിക്കാരനാണ്. കൊടിയുടെ ആൾ ഏതാണ്? കൊടി ലിവാഉൽ ഹംദ്, കൊടിക്കാരനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുൻ അമീ ജമീലുൽ മുഹയ്യ
മഅദിനുൽ ഖൈരി കാമിലു ജലീലുൻ അളീമുൽ ഖൽഖി റബ്ബുൽ ലിവാഇ റസൂലുൻ അമീനുൻ അജ്മലുൻ നാസി സൂറതൻ വഅക്മാലുഹും ഫീ ശിദ്ദത്തിൻ വറഖാഇ. റസൂലാണ്, അമീനു ഏറെ വിശ്വസ്തനാണ്, അജ്മലുന്നാസി സൂറത്തൻ ഏറ്റവും അഴകുള്ള രൂപത്തിനുടമയാണ്. അജ്മലുന്നാസ് ജനങ്ങളിൽ ഏറ്റവും അഴകുള്ള ആളാണ് സൂറത്തൻ തൻ്റെ ആകാരത്താൽ. വഅക്മലുഹും അവരിൽ ഏറ്റവും പൂർണ്ണനുമാണ് ഫീ ശിദ്ദത്തിൻ പ്രയാസത്തിലും വറഖാഇൻ നേട്ടത്തിലും. ഏറ്റവും പൂർണ്ണത. ശിദ്ദത്തിലെ പൂർണ്ണത എന്താ? ശിദ്ദത്തിലെ പൂർണ്ണത എന്താ? പ്രയാസത്തിലെ പൂർണ്ണത എന്താ? സബ്ർ. വഹുവ അസ്ബറുന്നാസ്. നേട്ടത്തിലെ പൂർണ്ണത എന്താ? ശുക്ർ. വഹുവ അഷ്കറുന്നാസ്. അജ്മലുഹും ജനങ്ങളിൽ ഏറ്റവും പൂർണ്ണനാണ് ഫീ ശിദ്ദത്തിൻ പ്രയാസത്തിലും വറഖാഇൻ നേട്ടത്തിലും. മനസ്സിലായില്ലേ? ദുഃഖത്തിലും സന്തോഷത്തിലും നേട്ടത്തിലും കോട്ടത്തിലും. ശിദ്ദത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. പ്രയാസത്തിൽ ഏറ്റവും പൂർണ്ണനായ ആളാണ്. പ്രയാസത്തിലെ പൂർണ്ണത എന്താ? സബ്ർ. അതിൽ ഏറ്റവും സ്വാബിറാണ്. അപ്പോൾ അസ്ബറുന്നാസാണ്. വറഖാഇൻ നേട്ടത്തിലും. നേട്ടത്തിലെ പൂർണ്ണത എന്താ? നേട്ടം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? കോട്ടുണ്ടായാൽ ക്ഷമിക്കണം, നേട്ടം ഉണ്ടായാലോ ശുക്ർ ചെയ്യണം. ഏറ്റവും അഷ്കറുന്നാസാണ് മുഹമ്മദ്. വഅക്മലുഹും ജനങ്ങളിൽ ഏറ്റവും പൂർണ്ണനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശിദ്ദത്തിൻ തൻ്റെ ശിദ്ദത്തിൽ എന്നാണ് പ്രയാസത്തിലും വറഖാഇൻ നേട്ടത്തിലും. പിന്നെ തറക്കാ റുഖയ്യ മുസ്തഹീലൻ ലിഗൈരിഹി ദനാ ഫഅതദല്ലാ നീല ഖൈറ ഹിബാഇ. തറക്ക ഈ പൂമാൻ കേറിപ്പോയി, റുഖയ്യൻ ഒരു കേറിപ്പോകൽ, മുസ്തഹീലൻ ലിഗൈരിഹി മറ്റൊരാൾക്കും അസംഭവ്യമായ. മുസ്തഹീൽ അസംഭവ്യം, ലിഗൈരിഹി അവിടുന്ന് അല്ലാത്ത ഒരാൾക്കത് അസംഭവ്യമാണ്. അങ്ങനത്തെ ഒരു കയറ്റം കേറിപ്പോയി. ദന എന്നിട്ട് അവിടുന്ന് അടുത്തു, ഫതദല്ല വീണ്ടും അടുത്തു, ഖാബ് ഖൗസിലേക്ക് അടുത്തു, നീല അപ്പോൾ അവിടത്തേക്ക് കരസ്ഥമാക്കപ്പെട്ടു ഖൈറ ഹിബാഇ സമ്മാനങ്ങളിലെ ഏറ്റവും നല്ല സമ്മാനം. അതേതാ? മുനാജാത്തു റബ്ബി, റബ്ബിനെ കാണുക. അതാണ് അടുത്ത വാക്ക്. അതായത് റബ്ബഹു തൻ്റെ റബ്ബിനെ കണ്ടു. ഹക്കൻ ഹക്കായിട്ട് ബിഐനിൻ വസൂറത്തിൻ അതായത് പൂർണ്ണമായും കണ്ടു. റബ്ബിനെ പൂർണ്ണമായും കണ്ടു. വകുല്ലുൻ സിവാഹാദ ഈ നബി അല്ലാത്ത എല്ലാ ആളുകളും റബ്ബിനെ കാണുന്ന വിഷയത്തിൽ വറാഇ പിന്നിന്റെയും പിന്നിലാണ്. വറാഇ പിന്നിന്റെയും പിന്നിലാണ്. ബാക്കിയുള്ളവരൊക്കെ ഈ ആളോ ശരിക്കണമെന്ന് ആരെ? റബ്ബഹു തൻ്റെ റബ്ബിനെ പുണ്യ റസൂൽ കണ്ടു ഹക്കായിട്ട്. അതാണ് ഖൈറു ഹിബാ. എന്താ? ദനാ അവിടുന്ന് അടുത്തു, ഫതദല്ല വീണ്ടും അടുത്തു, നീല അങ്ങനെ അവിടത്തേക്ക് കരസ്ഥമാക്കപ്പെട്ടു ഖൈറ ഹിബാഇൻ ഏറ്റവും നല്ല സമ്മാനത്തെ. ഏറ്റവും നല്ല സമ്മാനം കരസ്ഥമാക്കപ്പെട്ടു. അതെന്താ ഏറ്റവും നല്ല സമ്മാനം? അതാണ് അടുത്ത വരി. റബ്ബഹു ഹഖൻ ബിഐനിഹി വസൂറതിഹി വകുല്ലുൻ സിവാ ഹാദാ വറാഇ. റബ്ബഹു ഈ പുണ്യപ്പൂമാൻ തൻ്റെ റബ്ബിനെ കണ്ടു. ഹക്കൻ ഹക്കായിട്ട് കണ്ടു. ബിഐനിൻ വസൂറത്തിൻ ഐനുകൊണ്ടും സൂറത്ത് കൊണ്ടും അതായത് പൂർണ്ണതയിൽ തന്നെ കണ്ടു. വകുല്ലുൻ ഏതൊരാളും സിവാഹാദ ഈ നബിയല്ലാത്ത ഏതൊരാളും വറാഇ പിന്നിൻ്റെയും പിന്നിലാണ് എന്ന് നബിയുൻ അതാനാ ശാഫിഅൻ ദാ സകീനതി റഹീമൻ അലീമൻ ദാ ഹുദൻ വവലാഇ. നബിയുൻ ഇതൊരു നബിയാണ്. അതാന നമ്മുടെ അടുത്ത് ഈ നബി എത്തി, ഷാഫിഅൻ ഷഫാഅത്ത് ചെയ്യുന്നവനായ നിലയിൽ, ദാ സകീനത്തിൻ ഏറെ ശാന്തതയുള്ളവനായ നിലയിലും, ഏതൊരു പ്രയാസത്തിലും എന്തൊരു ബുദ്ധിമുട്ടിലും എന്തൊരു മനുഷ്യനെ ഇളക്കി മറിയുന്ന പരിഭ്രാന്തത്തിലും നബി ശാന്തനായിരിക്കും. കാരണം നബിക്കറിയാം ഒന്നും സംഭവിക്കാനില്ല. പിന്നെ റഹീമൻ ഏറെ കരുണയുള്ള ആളാണ്, അലീമൻ ഏറെ ഉന്നതനാണ്, ദാഹുദൻ ഏറെ ഹിദായത്തുള്ള ആളാണ്, വവലാഇൻ അല്ലാഹുവിന്റെ സഹായവും. നബിയുൻ അതാനാ ശാഫിഅൻ ദാ സകീനതി റഹീമൻ അലീമൻ ദാ ഹുദൻ വവലാഇ. ഈ നബി അത്താന നമ്മുടെ അടുത്ത് വന്നു ഷാഫിയായിട്ട്, ദാ സകീനത്തിന് ശാന്തത ഉടയവനായിട്ടും ഏറെ ശാന്തതയുള്ള ആളാണ്, റഹീമൻ ഏറെ കരുണയുള്ളവനായിട്ടും, അലീമൻ ഏറെ മഹാനായിട്ടും, ദാഹുദൻ ഏറെ ഹിദായത്തുള്ളവനായിട്ടും, വവലാഇൻ ഏറെ സഹായമുള്ളവനായിട്ടും. ആരെയും സഹായിക്കാൻ കഴിയുന്നവനാ നിലയിൽ അള്ളാഹുവിന് സഹായം ലഭ്യമായ ആളാണ് ആര്? പുണ്യ റസൂൽ മുസ്തഫ.
ബാക്കി നാളത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം.